Hello, guys. Welcome to Inspired by Freddy, and so happy to be back with you guys. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ കടന്നു വന്നിരിക്കുന്നത് വീണ്ടും ഒരു ചെറിയ തോട്ടുമായിട്ടാണ്. ആൻഡ് നിങ്ങൾ ഓൾറെഡി ഷോർട്സിൽ കണ്ടു കാണുമായിരിക്കും ഞാൻ എന്താണ് പറയാൻ പോകുന്നതിനെ കുറിച്ചൊരു ചെറിയൊരു സ്നിപ്പറ്റ് കണ്ടു കാണും. സോ ഈ ഒരു ടോപ്പിക്ക് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നൊരു ചിന്തയാണ് ഫിയർ ഓഫ് ഫെയിലിയർ. നമ്മൾ എല്ലാവരും ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ രാവിലെ എണീക്കുന്ന സമയം തൊട്ട് ഫ്രം ദ മോമെന്റ് ദാറ്റ് വി വേക്ക് അപ്പ് ആൻഡ് ടിൽ ദ ടൈം വി go to bed, and even from the smallest task in a day that we come across to the biggest task in the day. That can be things at home, things at work, ഏത് കാര്യം ആയിക്കോട്ടെ. ആൻഡ് in the bigger picture it can be a decision or life changing decision that you're wanting to take. ഇതിലെല്ലാത്തിലും ആ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറഞ്ഞൊരു തോട്ട് നമ്മളെ എപ്പോഴും ഹോണ്ട് ചെയ്യുന്ന ഒരു കാര്യം, അത് നമ്മളെ പിന്തുടരുന്ന ഒരു കാര്യം അല്ലേ. അത് നമ്മളെ എപ്പോഴും എല്ലാ പോയിന്റിലും ആ ഒരു തോട്ട് നമ്മളെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. സംടൈംസ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല നല്ല ബ്രൈറ്റ് ഐഡിയാസ് ആൻഡ് തോട്ട്സ് എല്ലാം നിങ്ങളുടെ മൈൻഡിലുണ്ടായിരിക്കും. ആൻഡ് യു വോണ്ട് ഇറ്റ്. ആൻഡ് ഇത് ഞാൻ പറയുമ്പോൾ തന്നെ നമ്മളെല്ലാവരും നമ്മുടെ ഒരു ചൈൽഡ്ഹുഡിലേക്ക് പോലെ ബാല്യകാലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കെല്ലാവർക്കും അംബിഷൻസ് ഉണ്ടായിരുന്നു, ആസ്പിറേഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ആ ആസ്പിറേഷൻസിനെ എല്ലാം നമ്മളിങ്ങനെ മുറുകെ പിടിച്ച് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആക്ച്വലി ദ ഗുഡ് തിങ് അബൌട്ട് ചൈൽഡ്ഹുഡ് ഇസ് ദാറ്റ് നമുക്ക് അന്ന് ആ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ നമുക്കങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രായമല്ല അത്. അതിൽ നമുക്ക് അങ്ങനെ ആ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറഞ്ഞൊരു തോട്ട് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരാറില്ല. നമ്മൾ തീരെ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ പറയും, ഈവൻറ്റിൽ പോയി നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആസ്ട്രോനോട്ട് ആവണം, എനിക്ക് റോക്കറ്റിൽ പോകണം. ഈവൻ ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, അങ്ങനെ പല തോട്ട്സ്, പല കാര്യങ്ങൾ, പല ആസ്പിറേഷൻസ് ആൻഡ് ആംബിഷൻസ് ഒക്കെ നമുക്കുണ്ടായിരുന്ന വ്യക്തികൾ. പക്ഷേ ആസ് വി ഗ്രൂ അപ്പ് നമ്മൾ എത്ര പേര് നമ്മുടെ ആ ഡ്രീംസിനെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അത് അച്ചീവ് ചെയ്തിട്ടുള്ളവർക്ക് ഹാറ്റ്സ് ഓഫ്. പക്ഷേ അത് അച്ചീവ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ പലപ്പോഴും ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്കും എനിക്കും അങ്ങനെ പല ആസ്പിറേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് പല സാഹചര്യങ്ങളാൽ അച്ചീവ് ചെയ്യപ്പെടാതെ പോയി. അതിൻ്റെ അകത്ത് വലിയൊരു സാഹചര്യമാണ് ഈ ഫിയർ ഓഫ് ഫെയിലിയർ. ആ ഡ്രീംസ് ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ തുടങ്ങുമ്പോൾ at one point in our life or at an age where we starts to understand this fear of failure, അല്ലെ നമ്മൾ കുഞ്ഞ് ബാല്യകാലത്തിൻ്റെ ആ ഒരു ആ ഫേസൊക്കെ ഒന്ന് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, ഓക്കെ ഞാൻ ഈ ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ ഞാൻ എങ്ങാനും ഫെയിലായാൽ എന്ത് പറ്റും, എൻ്റെ ഫ്യൂച്ചർ ഒന്നും ഇല്ലാണ്ടാവത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ആംബിഷൻസിനെയൊക്കെ വിട്ട് കളഞ്ഞ് നമ്മൾ പല വേറെ ഓൾട്ടർനേറ്റ് റൂട്ട്സ് എടുത്തിട്ടുള്ളവരാ അല്ലേ. അങ്ങനെ ഉള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് എനിക്ക് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നത് ചിന്ത. പക്ഷേ വാട്ട് ഇഫ് ഒന്ന് ഓൾട്ടർനേറ്റ് ആയിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ ആ ഫിയർ ഓഫ് ഫെയിലിയർ വന്നപ്പോൾ ഇഫ് വി ആക്ച്വലി ഫോട്ട് ഇറ്റ് really hard to the point that you trusted in the Lord, ദൈവത്തിൽ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്തിട്ട് ആൻഡ് യു പുട്ട് ഓൾ യുവർ എഫേർട്സ് ഇൻ, നിങ്ങളുടെ എല്ലാ സ്ട്രെങ്ത്തും ഇട്ട് യു ഫോട്ട് ദാറ്റ് ഫൈറ്റ്, ഫോട്ട് ദാറ്റ് ബാറ്റിൽ, ആൻഡ് നിങ്ങളുടെ എല്ലാ കയ്യിലുള്ള എല്ലാം ഇട്ടിട്ട്, നമ്മൾ പറയത്തില്ല അവസാനത്തെ ആ കച്ചിത്തുരുമ്പെന്ന് പറയുന്ന ആ ഒരു എഫേർട്ട് വിട്ടിട്ട് ഇഫ് വി ആക്ച്വലി ഫോട്ട് ദാറ്റ് ഫിയർ, നമ്മുടെ എല്ലാവരുടെയും ലൈഫ് ഒത്തിരി ഡിഫറെൻ്റ് ആയിരുന്നേനെ മേ ബി. ബട്ട് അറ്റ് ദ സെയിം ടൈം God has got plans in our life. God decides the paths in our life. But at the same time, many times even when God has decided put a certain thought in your heart, നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല നല്ല ചിന്തകളും തോട്ട്സും എല്ലാം ഇട്ടിട്ട്, ബട്ട് മെനി ടൈംസ് ഈ ഫിയർ ഓഫ് ഫെയിലിയർ നിങ്ങളെ വന്നിട്ട് അടിച്ചമർത്തി ഇരുത്തിയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടില്ലേ. സോ ഇന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ വിട്ടുകളഞ്ഞ ഒത്തിരി ഡ്രീംസ് ഉണ്ടായിരിക്കുമല്ലോ, ഒത്തിരി ആസ്പിറേഷൻസ് ഉണ്ടായിരിക്കുമല്ലോ. ഇന്ന് അതിനെയൊക്കെ നമുക്കൊന്ന് പൊടി തട്ടി എടുക്കാൻ വേണ്ടിയായിട്ട് പറ്റുകയാണെങ്കിൽ, ആൻഡ് ടു ഓവർകം ദാറ്റ് ഫിയർ വിച്ച് സ്റ്റോപ്ഡ് us ഫ്രം ഡൂയിങ് സർട്ടൻ തിങ്സ്. ആൻഡ് ഐ എം ടെലിങ് അബൌട്ട് ദ ഡ്രീംസ് ആൻഡ് ആസ്പിറേഷൻസ്. തെറ്റായിട്ടുള്ള രീതിയിലല്ല അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്. ബട്ട്
നമുക്ക് നല്ല നല്ല ഡ്രീംസ് ഉണ്ടായിരുന്നു, നല്ല നല്ല ആസ്പിറേഷൻസ് ഉണ്ടായിരുന്നു, നല്ല നല്ല വഴികൾ ചൂസ് ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടും പലപ്പോഴും ആ ഫിയർ വന്ന് നമ്മളെ ഒതുക്കി കളഞ്ഞിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഷാൽ വി ഡു സംതിങ് ടുഡേ? നമുക്ക് ആ ഫിയറിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്തിട്ട് can we just decide, I'm going to fight that fight, or I'm going to really give it a good go. ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ പോവാം. I'm going to fight this battle. I'm going to give it all my strength, and I'm going to trust in the Lord and fight this battle with Him. And in that process, I'm pretty sure that നമ്മൾ വിട്ടുകളഞ്ഞ ഒത്തിരി ആസ്പിറേഷൻസ് ആൻഡ് ഡ്രീംസ് are going to come back to us. And irrespective, you might have grown older, your path might have been completely changed to something else. അതുപോലെ ഒരു കാര്യമായിരുന്നു എനിക്ക് ഇന്നിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോയുടെ മുമ്പിൽ വരിക എന്നുള്ളത്. അറ്റ് വൺ പോയിന്റ് I really aspired to do something like this for a long time. But പല കാര്യങ്ങളാൽ പേഴ്സണൽ കാര്യങ്ങളാൽ മടി, അലസത പ്ലസ് ദിസ് ഫിയർ ഓഫ് ഫെയിലിയർ, ഞാനിങ്ങനെ വന്നൊരു ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന ആൾക്കാരോട് സംസാരിച്ച് കഴിഞ്ഞാൽ വാട്ട് വുഡ് പീപ്പിൾ തിങ്ക് ഓഫ് ഇറ്റ് എന്നൊക്കെയുള്ള വിചാരമൊക്കെ കൊണ്ട് ഞാൻ അതിനെ ഒത്തിരി നാളിങ്ങനെ പുഷ് ചെയ്തു. ബട്ട് അറ്റ് വൺ പോയിന്റ് ഇൻ മൈ ലൈഫ് ഐ വാസ് ലൈക്ക്, ഓക്കെ, ലെറ്റ് മീ ജസ്റ്റ് ഗിവ് ഇറ്റ് എ ഗോ. If it doesn't work, at least I'm doing what I love to do. അങ്ങനെ ഒരു ചിന്തയിലാണ് ഞാൻ ഇന്നിവിടെ ഈ ക്യാമറയുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. There may be a lot of mistakes while I'm speaking. There may be a lot of things that I'm telling that doesn't make sense. But I'm loving I'm doing what I love. ഇപ്പോൾ തന്നെ യെസ്, എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്. I love coming in, speaking to people. I love to share these thoughts that come into my heart. And I believe that God has kept those thoughts in my heart. അങ്ങനെ ആ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചൊന്ന് ചെയ്താലോ? And I definitely think you all have got great, brilliant minds out there and brilliant, great thoughts that God has put in your hearts. Let's just step out of that fears. Let's just step out of those boxes which has confined us with the fear that ഞാനിത് ചെയ്ത് കഴിഞ്ഞ് it's not going to be good, അല്ലെങ്കിൽ it's going to end up in failure. ആ ഫെയിലിയറിൻ്റെ ഫിയറിനെയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് when we take that step and fight that good battle, I'm pretty sure that നമ്മുടെ ഇടയിൽ ഒത്തിരി ആൾക്കാർ are going to leave a lot more happier, leave a lot more fulfilled, and leave a lot more blessed, I'd say. നമുക്ക് എല്ലാവർക്കും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ഐ എം പ്രിറ്റി ഷുവർ നിങ്ങളുടെ എല്ലാവരുടെ ലൈഫിൽ അങ്ങനെ ഓരോ ഡ്രീംസ് ഉണ്ടായിരുന്നു, ആസ്പിറേഷൻസ് ഉണ്ടായിരുന്നു. പ്ലീസ് ലീവ് എ കമൻറ്റ് ഓൺ ഇഫ് യു ഹാവ് അച്ചീവ്ഡ് ദം. But at the same time, if you're aspiring to do something, please do leave a comment down there to share your thoughts. നിങ്ങൾ എന്താ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? Does it really make sense? നമുക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ would that make a difference in our life? And ആ ഡ്രീംസൊക്കെ നമുക്കൊന്ന് ഹോൾഡ് ഓൺ ചെയ്യാം. അതിനൊന്നും വിട്ട് കളയാതെ അതിനെയൊക്കെ ഒന്ന് മുറുകെ പിടിച്ചുകൊണ്ട് we'll hold on to God, at the same time hold on to our dreams and work really hard for it, and definitely we'll achieve it one day. Okay, so until I come back with another thought, this is Freddy, inspired by Freddy, signing off. God bless you, take care.